ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫംഗ്ഷനൊന്നുമല്ല, അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൂടാതെ അളിയനൊക്കെ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അളിയനുണ്ട്, പെങ്ങളുണ്ട്, അവരുടെ പിള്ളേരും അപ്പാപ്പിയും ആൻറ്റിയും എല്ലാവരും വരുന്നു. അപ്പം ഞാനും അവിടെ തന്നാൽ എല്ലാവരും കൂടെ കൂടുന്നതല്ലേ, എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ നമുക്കൊരു ഗ്രില്ല് ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മുറിക്കാനുള്ള കേക്കും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി അമ്മയുടെ കേക്ക് മുറി, എല്ലാവരും കൂടി ഒരു ചെറിയ ചിക്കൻ ഗ്രില്ലുമാണ്. അപ്പം നമുക്ക് അത് കണ്ടിട്ട് വരാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്രില്ല് ചെയ്യാനുള്ള പരുവത്തിലൊക്കെ ആക്കി ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ നടുവശം ആദ്യം മുറിച്ചെടുക്കാം. നമ്മുടെ ബ്രസ്റ്റ് ഭാഗം നമുക്ക് 2 ആക്കി മുറിച്ചെടുക്കാം. നമുക്ക് ഈ അകത്തെ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നെയ്യും, ഒത്തിരി നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ല നെയ്യൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാല് ഭാഗവും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. നമ്മൾ ആദ്യത്തെ ചിക്കൻ ക്ലീനാക്കി എടുത്ത് നമ്മൾ രണ്ടാമത്തെ ചിക്കനും ക്ലീനാക്കി എടുക്കുവാണ്. അത് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ചിക്കനും നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 നമ്മൾ കഴുകി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി മസാലയൊക്കെ പുറത്തെടുക്കാം. ശകലം നമ്മൾ പൊടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം കരിയാപ്പിലയും പച്ചമുളകും ഞാൻ ശകലം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, 2 ചിക്കനുള്ള നമ്മൾ ആവശ്യമുള്ള മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം. ഒത്തിരി മല്ലിപ്പൊടി വേണ്ട, നമ്മുടെ ആവശ്യത്തിന്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ മസാല കൂട്ടുന്നതിന് നമുക്ക് ഒരു 2 മുറി നാരങ്ങ നീരൂടെ, ഒരു ഫുൾ നാരങ്ങ നീരൂടെ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പം ഇത്ര നേരം നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെക്കുമ്പോൾ നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ നമുക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തക്കാളിക്ക് ഒന്നും അരച്ച് ചേർക്കുന്നില്ല. സാധാരണ തക്കാളിക്ക് അരച്ച് ചേർത്താണല്ലോ നമ്മൾ നമ്മുടേതായിട്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ ഒരു ടേസ്റ്റും ചെറിയൊരു പുളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോസ് നമ്മൾ ഒഴിച്ചത്. നമ്മുടെ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മസാല നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലൊക്കെ നല്ലപോലെ മസാല പുരട്ടിയെടുക്കണം. നല്ലപോലെ നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ നമ്മുടെ മസാല പുരട്ടിയെടുക്കണം. എന്നാലേ നമ്മൾ ചിക്കനിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാല പിടിക്കത്തുള്ളൂ. നമ്മൾ മസാല പുരട്ടിയതിന് ശേഷം എത്ര നേരം നമ്മൾ റെസ്റ്റിന് വെക്കുന്നോ അത്രയും മസാല നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കും. നമുക്ക് ഇത് നല്ലപോലെ പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ
റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വൈകുന്നേരമാണ് നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറല്ല, നോർമൽ ഇത് ചില്ലറിൽ വെക്കാം. അളിയനും പെങ്ങളും ഒക്കെ വന്നു. അപ്പം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിരട്ടയൊക്കെ കത്തിച്ച് തുടങ്ങി. അപ്പം നമ്മൾ ഗ്രില്ലിനുള്ള അടുപ്പൊക്കെ സെറ്റ് ചെയ്തു, ചിരട്ടയൊക്കെ കത്തിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഒരു ഗ്രില്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ടാണ് വേവിക്കുന്നത്. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ച് വേവായി കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തേത് വെക്കും. രണ്ടാമത്തേത് വെച്ച് അതും വെന്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ ഒന്നുകൂടെ രണ്ടുകൂടെ വെച്ച് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് പറ്റുന്നത് നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്രില്ലടച്ചെടുക്കാം. നമ്മളെ അടുപ്പ് തീയൊക്കെ ഓക്കെ ആയി. നമ്മളതിൽ ഇവിടെ നിന്ന് നാട്ടുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ലിൽ കയറ്റി. എന്നിട്ട് നമ്മൾ ഈ വൈകുന്നേരം സമയത്തൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക വൈബും ഒരു പ്രത്യേക രസം കേട്ടോ. എല്ലാവരോടും കൂടി ഇങ്ങനെ ഇരിക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ. നമ്മൾ കണ്ടമാനം എണ്ണ വരട്ടുന്നില്ല, അത്യാവശ്യത്തിനുള്ള എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ചിക്കനാണ് കേട്ടോ. ആദ്യത്തെ ചിക്കൻ വെന്തു അത് നമുക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും വെന്ത് അതിന് ശേഷം നമുക്ക് കഴിക്കാറാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗ്രില്ല് വെച്ചൊന്ന് ചൂടാക്കി ഇടുന്നത്. ഇത്രയും കനൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ചൂടാക്കി കിട്ടും. ഇത് എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ പോലും എടുത്തില്ല കേട്ടോ. ഇത് നമ്മളൊരു 1.5 കിലോയിൽ താഴെയുള്ള കോഴിയാണ് വാങ്ങിച്ചത്. അതുകൊണ്ടായിരിക്കും ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല ഇത് വെന്ത് വരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അളിയൻ്റെ ഗ്രില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അളിയൻ പറഞ്ഞാൽ അളിയൻ്റെ വിധമായിട്ട് അളിയനെ ഒന്ന് തിരിച്ചിട്ടേക്കാമെന്ന് പറഞ്ഞ് അളിയൻ ഗ്രില്ലിൻ്റെ അടുത്ത് വന്ന് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും പറിച്ചും ഒക്കെ ഇടുക കേട്ടോ. നമ്മൾ പിന്നെ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ ഒരു ലെഗ് പീസ് എടുത്ത് പിള്ളേർക്കുള്ളൂ കേട്ടോ. പിള്ളേർ അത് കഴിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വേവൊക്കെ നമുക്കറിയാം. നമ്മൾ പിന്നെ കേക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. ഇനി കേക്ക് അമ്മ മുറിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം കേക്കൊക്കെ മുറിച്ച് അമ്മ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന കേട്ടോ കാഴ്ചകൾ. അപ്പം ഇങ്ങനെയൊക്കെ ഇവർക്കൊരു സന്തോഷമാണല്ലോ. നമ്മൾ ഇങ്ങനെ ഇവരുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുന്നതും കേക്ക് വാങ്ങിക്കുന്നതൊക്കെ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. എന്നാലാണ് നമ്മൾ അന്ന് ചിക്കനും ഗ്രില്ല് ചെയ്ത് നമ്മുടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആൻറ്റിയും അളിയനും പെങ്ങളും എല്ലാവരും വരുന്ന കേട്ടോ, ആങ്കിളും ഒക്കെ. അപ്പം അതാണ് നമ്മൾ ചിക്കനും ഗ്രില്ല് ചെയ്തേക്കാമെന്നും വെച്ചു. ഇതല്ലേ ഒരു പ്രത്യേക രസമല്ല എല്ലാവരും കൂടെ കൂടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനെല്ലാം ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇത്രയും പേരുള്ള നമ്മൾ ഫുൾ ചിക്കനായിട്ടാണല്ലോ ഗ്രില്ല് ചെയ്തെടുത്തത്. കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ഗ്രില്ല് ചെയ്ത് ഇത്രയും ഇതാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ലപോലെ വെന്ത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്നിട്ട് പെങ്ങൾ റൈസും വെച്ചായിരുന്നു, ഒരു മന്തി റൈസ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രം കേട്ടോ, അത് വലിയ സെറ്റപ്പിലൊന്നുമല്ല. അത് റൈസും അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് കഴിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ആഘോഷങ്ങളും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയുള്ള കാര്യം കേട്ടോ. ഞാനെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது